എന്നെ തളർത്താനും എന്നെ അടിച്ച് താഴെ ഇടാനും ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗബ്രി ആ ജയിലിൻ്റെ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഗബ്രി പറയുന്നത്, ഞാൻ ഹൃദയം കല്ലാക്കിയാണ് ഇങ്ങോട്ട് പോകുന്നത്. അത് ഞാൻ ആദ്യം വന്ന സമയത്ത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ എന്താടാ കല്ലാണോ, എന്ത് പറഞ്ഞാലും നിനക്ക് എന്താണ് കേൾക്കാത്തതെന്ന്. സത്യമാണ്, ഇവിടെ എന്ത് സംഭവിച്ചാലും ഞാനത് ഉള്ളിലോട്ട് എടുക്കാറില്ല, ഞാൻ വലിയ കാര്യത്തിൽ എടുക്കാറില്ല എന്ന്. പക്ഷേ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളെ എന്നെ ഹേർട്ട് ചെയ്താൽ മാത്രമേ ഞാനത് ഉള്ളിലേക്ക് എടുക്കുകയുള്ളൂ, ഞാൻ തളർന്നു പോകുള്ളൂ. അതുപോലെ ഒരാൾ ഇവിടെ ജാസ്മിൻ മാത്രമാണ്. അവൾക്ക് എന്നെ തളർത്താൻ കഴിയും, അതുപോലെ അവൾക്ക് എന്നെ അടിച്ച് താഴെ ഇടാനുമുള്ള ശക്തിയുണ്ട്. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്കത് ഭയങ്കര വിഷമാകും, അത് അവൾക്കും അറിയാം. അല്ലാണ്ട് ഇവിടെ ആരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഞാനത് മൈൻഡ് ചെയ്യില്ല. ആദ്യത്തെ ആഴ്ചയിൽ ലാലേട്ടൻ എന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മൂലയിൽ പോരുന്ന് ഒന്ന് കരയാൻ പോലും പറ്റാണ്ട് കുത്തിയിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് അത്രയും വിഷമായിരുന്നു. ലാലേട്ടൻ എനിക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി പവർ കിട്ടി, കുറച്ചുകൂടി എൻ്റെ ഭാഗത്ത് വല്ല തെറ്റോ ഉള്ളതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ മൂന്നാമത്തെ ആഴ്ചയപ്പോൾ എനിക്ക് കുറച്ചുകൂടിയൊക്കെ മനസ്സിലായി. ഞാൻ അപ്പോളജൈസ് ചെയ്യാൻ തുടങ്ങി, എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്താനും തുടങ്ങി. ഇപ്പം എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത്.